നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗഡ്കരിയും അമിത്ഷായും തമ്മിലുള്ള പോര് മുറുകുകയാണ്. മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിമാർ തമ്മിലുള്ള പൊരിഞ്ഞ രീതിയിലുള്ള ഒരു ശീതകാല യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പിക്കത്തക്ക വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമിത്ഷാ പറയുന്നത് എല്ലാ മന്ത്രിമാരും സംയമനം പാലിക്കണമെന്ന രീതിയിലേക്കാണ്. എന്നാൽ ഗഡ്കരി പറയുന്നു മനസ്സില്ല, തൻ്റെ ഇഷ്ടങ്ങൾ തൻ്റെ രീതിയിൽ തന്നെ നടക്കും. അത് ചോദ്യം ചെയ്യാൻ നിലവിൽ മന്ത്രിസഭയിൽ ആർക്കും അധികാരമില്ല. പിന്നെ ആകപ്പാടെ പ്രധാനമന്ത്രിക്ക് സഭയുടെ നാഥൻ എന്ന രീതിയിലും ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിലും തന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ലാതെ മറ്റുള്ളവർക്ക് കിണ്ടാനല്ല ഞാൻ നിന്നു കൊടുക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗഡ്കരി. കൃത്യമായി നട്ടലുള്ള ഒരു മന്ത്രിയാണ് ഗഡ്കരി എന്ന് എപ്പോഴെല്ലാം കാണിച്ചിട്ടുണ്ടോ അന്നൊക്കെ കൃത്യമായും കയ്യടി നേടിയിട്ടുമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കയ്യടിയാണ് എപ്പോഴും ഗഡ്കരിക്ക് വലിയ രീതിയിൽ തുണയായി വരുന്നത്. ഗഡ്കരി ഈയിടെ പ്രഖ്യാപിച്ചിരുന്നത് തനിക്ക് ഇന്ത്യ മുന്നണിയിൽ അവസരം ലഭിച്ചിരുന്നു, വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമായിരുന്നു. അത്തരത്തിൽ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് നേതാക്കൾ പലരും തന്നെ സമീപിച്ചിരുന്നു. ഇത് കൃത്യമായും അമിത്ഷായ്ക്കുള്ള മറുപടിയാണ്. അമിത്ഷാ മോദി മന്ത്രിസഭയിൽ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാം വെടക്കാക്കി തനിക്കാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കാൻ പല രീതിയിലും അമിത്ഷാ ഏകാധിപതിയെ പോലെ പെരുമാറാറുണ്ട്. യഥാർത്ഥത്തിൽ കശ്മീരിൻ്റെ പ്രത്യേക നിയമം, അത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അമിത്ഷാ ഏകാധിപത്യത്തോടു കൂടിയാണ് പെരുമാറിയത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാര്യമായ ചർച്ച പോലും നടത്താതെ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി 2019 മുതൽ 24 വരെ തോന്നുംപടിയാണ് കാര്യങ്ങൾ ചെയ്തത്. അതിന് കിട്ടിയ കൃത്യമായ ഉത്തരമാണ് ഇത്തവണ BJPക്ക് കേവല ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും എന്ന് വിളിച്ചോതുന്ന തരത്തിലേക്കാണ് കേന്ദ്രമന്ത്രി നിതിൻ ജയറാം ഗഡ്കരി അമിത്ഷായ്ക്കെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അമിത്ഷായുടെ പോക്ക് ശരിയല്ല. അമിത്ഷായും മകനും കൂടിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നുള്ള ധാരണ അങ്ങ് മാറ്റണം. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ്, ആ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന രീതിയിൽ അമിത്ഷാ പറഞ്ഞാൽ അത് കേട്ട് പൊതുജനം മിണ്ടാതെ നോക്കി നിൽക്കില്ല. അത്രയേറെ ജനസമ്മതനായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വെറുതെ ചൊറിയാൻ ചെല്ലരുത് എന്ന താക്കീത് രൂപത്തിൽ തന്നെയാണ് അമിത്ഷായ്ക്ക് ഗഡ്കരി കൊടുക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ബഹുമാനിക്കാൻ പഠിച്ചില്ലെങ്കിലും അതിനെ അംഗീകരിക്കാനെങ്കിലും പഠിക്കണം. അത്രയും കോമൺ സെൻസ് എങ്കിലും അമിത്ഷായ്ക്കും കൂട്ടാളികൾക്കും വേണം എന്നുള്ള ശക്തമായ നിലപാടാണ് ഇപ്പോൾ ഗഡ്കരി പോലും എടുത്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ ഗഡ്കരി നേരത്തെ നിർമ്മല സീതാരാമനെതിരെ ശക്തമായി വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത്രയും കഴിവുകെട്ട ഒരു മന്ത്രിയെ നിങ്ങൾ കേന്ദ്രത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന ഗഡ്കരിയുടെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ BJP നേതൃത്വം പകച്ചു നിൽക്കുക തന്നെയാണ്. നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് നാളെ എന്നുള്ളത് മനസ്സിലാക്കി നരേന്ദ്രമോദി പടിയിറങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കലിൻ്റെ വക്കോളം എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. അതായത് നരേന്ദ്രമോദിക്ക് ഇനിയും അവസരം നൽകേണ്ട കാര്യമില്ല. ഇന്ത്യ ഭരിച്ച് കുട്ടിച്ചോറാക്കി, ഇനിയും ഭരിക്കാൻ അനുവദിച്ചുകൂടാ എന്ന രീതിയിലേക്കാണ് ഗഡ്കരി മന്ത്രിസഭയിൽ വെടിപൊട്ടിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും.